വോട്ടു പിടിക്കണ കാലം വന്നു, നാട്ടിൽ പലവിധ കോലാഹലവും. ഓർത്തു കൊടുക്കണമോട്ടതിനായി നാട്ടിൻ സ്ഥിതിഹ കണ്ടറിയണം. മോദി ഭരണം വന്നതിനാലേ നാടിനിടത്തി വന്നു പതിച്ചു. അവരുടെ ഭരണ വികൃതികളൊക്കെ കണ്ടു ചിരിച്ചു രസിക്കാൻ തോന്നും. കാട്ടും കോമാളിത്തങ്ങൾ തെരുകൂത്തും തോൽക്കുമതെന്നതു നൂനം. BJPയുടെ ഭരണം വന്നത് കേരള നാടിനു മാരണമായി. നോട്ടുകളാകെ നിരോധിച്ചൊരു നാൾ തെക്കുവടക്കായോടി ജനങ്ങൾ. കള്ളപ്പണം അത് കണ്ടുപിടിച്ചു, പിന്നീടതിനെ പലതായി വീതി. എല്ലാവർക്കും നൽകാം ലക്ഷം 15 പറഞ്ഞു നടന്നു. എന്നിട്ടാർക്കും ഒരഞ്ചിൻ തൊട്ടു കൊടുക്കാൻ പോലും കഴിയാതായി. എന്നിട്ടാർക്കും ഒരഞ്ചിൻ തൊട്ടു കൊടുക്കാൻ പോലും കഴിയാതായി. കോവിഡെന്നൊരു വ്യാധി പടർന്നു, നാടിതിലാകെ ഭീതി പരന്നു. അപ്പോൾ മോദി പറഞ്ഞെല്ലാരും എന്താ അപ്പോൾ മോദി പറഞ്ഞെല്ലാരും പാത്രം കൊട്ടാൻ. പാത്രം കൊട്ടുക മൂത്രം മോന്തുക. അപ്പോൾ മോദി പറഞ്ഞെല്ലാരും പാത്രം കൊട്ടുക മൂത്രം മോന്തുക. ഗോമാതാവിൻ മൂത്രം മോന്തി ചാണകമൽപ്പം. എങ്ങനെ സേവിച്ചാലോ? ഗോമാതാവിൻ മൂത്രം മോന്തി ചാണകമൽപ്പം സേവിച്ചാലോ മാറും വ്യാധികളെല്ലാം തീർച്ച. അതു കേൾക്കേ ചില ഗോസ്വാമികളും പശുവിൻ മൂട്ടിൽ ചെന്നിക നിന്നു. എങ്ങനെ? അതു കേൾക്കേ ചില ഗോസ്വാമികളും പശുവിൻ മൂട്ടിൽ ചെന്നിക നിന്നു. ചൂടോടൽപ്പം മൂത്രം മോന്താൻ. ചൂടോടൽപ്പം മൂത്രം മോന്താൻ, ചാണകമൽപ്പം ഭക്ഷിക്കാനും. പണിയില്ല 2 കോടി യുവാക്കൾക്കു പണി നൽകും. ഗതിയില്ല പാവങ്ങൾക്കു പണി നേടാൻ പണം നൽകും. പെട്രോളിനും ഡീസലിനും മണ്ണെണ്ണയ്ക്കും വില കുറയ്ക്കും. ഇങ്ങനെ പറഞ്ഞതെല്ലാം വെള്ളത്തിലെ വരയായി. അടിക്കടി വില കൂട്ടിട്ടറുക്കുന്നു ജനത്തിനെ. പറചട്ടിയിൽ നെടുത്തിട്ടെരിയിലെറിയുന്നു. ജനത്തിനെ കെട്ടിവരിഞ്ഞമർത്തിച്ചാറെടുക്കുന്നു. അതുകൊണ്ട് കോർപ്പറേറ്റിന് കൊടുക്കുന്നവർ തടിക്കുന്നു. കോർപ്പറേറ്റിൻ വായ്പയെല്ലാം എഴുതി തള്ളിയിടുന്നു. പെരുത്ത വ്യവസായങ്ങൾ കോർപ്പറേറ്റിന് കൊടുക്കുന്നു. തുറമുഖം റെയിൽവേയും വിമാനത്താവളങ്ങളും അദാനി അംബാനിമാർക്കായി തീരെഴുതി കൊടുക്കുന്നു. സഭ കൂടേണ്ടൊരു മന്ദിരമുള്ളിൽ ഒരു കോലും കൊണ്ടോടി നടന്നു. സഭ കൂടേണ്ടൊരു മന്ദിരമുള്ളിൽ ഒരു കോലും കൊണ്ടോടി നടന്നൊരു ചെങ്കോലും കൊണ്ടോടി നടന്നു. ചെങ്കോലെ. സഭ കൂടേണ്ടൊരു മന്ദിരമുള്ളിൽ ഒരു കോലും കൊണ്ടോടി നടന്നൊരു ചെങ്കോലും കൊണ്ടോടി നടന്നു. ബജറംഗ് ബലിയെന്നാക്രോശിച്ചിട്ടൊരു തെരുവിങ്കൽ മണ്ടി നടന്നു. മതഭേദത്തിൻ പേരിൽ പള്ളികൾ അനവധി തച്ചു തകർത്തു കഴിഞ്ഞു. മതഭേദത്തിൻ പേരിൽ പള്ളികൾ അനവധി തച്ചു തകർത്തു കഴിഞ്ഞു. പള്ളി പൊളിച്ചൊരു ക്ഷേത്രം പണിതതിനുള്ളിൽ വിഗ്രഹം ഒന്നു പതിച്ചാൽ എല്ലാവർക്കും അല്ലൽ മാറാനുള്ളൊരു പായം വരുമോ മോഡി? എല്ലാവർക്കും അല്ലൽ മാറാനുള്ളൊരു പായം വരുമോ മോഡി? വർഗീയതയുടെ ചൂട്ടും കെട്ടിട്ടോട്ടു പിടിക്കാനെത്തുന്നവരുടെ മന്ത്രകുതന്ത്രം തന്ത്രവിശേഷവും അന്ധതയില്ലാതറിയുക വേണം. മന്ത്രകുതന്ത്രം തന്ത്രവിശേഷം
മന്ത്രകുതന്ത്രം തന്ത്രവിശേഷവും അന്ധതയില്ലാതറിയുക വേണം. ബിജെപിയുടെ ഭരണം വന്നതു കേരള നാടിനു മാരണമായി. മോദി ഭരണം വന്നതിനാലെ നാടിനിടിത്തി വന്നു പതിച്ചു. GSTയുടെ വിഹിതം വെട്ടി, റേഷൻ അരിയുടെ വിഹിതം വെട്ടി, പദ്ധതി വിഹിതം പകുതിയതാക്കി. പദ്ധതിയൊന്നും നൽകിയുമില്ല. പദ്ധതി വിഹിതം പകുതിയതാക്കി, പദ്ധതിയൊന്നും നൽകിയുമില്ല. ഒരു മൂട്ടപ്പൊടിയുടെ ഫാക്ടറി പോലും, ഒരു മൂക്കിപ്പൊടിയുടെ ഫാക്ടറി പോലും, ഒരു മൂട്ടപ്പൊടിയുടെ ഫാക്ടറി പോലും, മൂക്കിപ്പൊടിയുടെ ഫാക്ടറി പോലും കേരള നാടിനു നൽകുന്നില്ല. ആ കേരള നാടിനു നൽകുന്നില്ല. ഈ കാട്ടാളത്തം നിർത്തണമെങ്കിൽ ബിജെപിയുടെ ഭരണം പോണം. ഈ കാട്ടാളത്തം നിർത്തണമെങ്കിൽ ബിജെപിയുടെ ഭരണം പോണം.